ഹായ് ഗൈസ്, ഇന്നലത്തെ പറക്കും തളിക ടാസ്ക് അത് ഒരു ഒന്നൊന്നര ടാസ്ക് ആയിരുന്നു കേട്ടോ. അത് നമ്മളെ ബോസണ്ണെ അറിഞ്ഞുകൊണ്ടൊരു പണി കൊടുത്തതാ. കാരണം ഇവർ വെറും കിച്ചണിൽ നിന്ന് തിന്ന് അടികൂടുക ഇതല്ലേ. അപ്പോൾ ഒന്ന് ഇളകട്ടെന്ന് കരുതി ഇന്നലെ നല്ലോണം അധ്വാനിച്ചിട്ടുണ്ട്. നല്ലോണം ഓടിക്കതച്ച് എല്ലാം തളർന്നുണ്ട്. ഓൾറെഡി അവർ ടയർഡാണ്, മര്യാദക്കുള്ളൊരു ഭക്ഷണം ഇല്ലാത്തതുകൊണ്ട്. അതിൻ്റെ കൂടെ ഇതും കൂടി ആയപ്പോൾ ഇന്നലത്തെ ടാസ്ക് കൂടി കണ്ടപ്പോൾ നല്ലോണം ടയർഡായിട്ടുണ്ട്. പക്ഷേ അവർ നന്നായി കളിച്ചിട്ടുണ്ട്. പിന്നെ അതിൽ അനുമോളൊക്കെ സാരി ഉടുത്താ വന്നത്. ഒരു ഫിസിക്കൽ ടാസ്ക് ആണ് കൊടുത്തത്. അതിൽ ശരിക്കും സാരി ഉടുത്താലൊന്നും മര്യാദ കളിക്കാനാവില്ല. ഈ അനുമോൾ എന്താ കാണിക്കുന്നതെന്ന് അറിയില്ല. ഒരു ടാസ്ക് വരുമ്പോൾ എന്ത് ഡ്രസ്സാണ്, എങ്ങനെയാണ് പിന്നെ അത് ചെയ്യേണ്ടതെന്ന് മര്യാദ ശരിക്കുള്ള ഒരു ഐഡിയ കിട്ടാണ്ടാണ് അനുമോളൊക്കെ അത് കാണിക്കുന്നത്. ഇന്നലെ സാരി ഉടുത്ത് വന്നിട്ട് അവിടുന്ന് വീണുരുളുന്ന സീൻ നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ അനുമോള് നിവിനായിട്ടുള്ള പ്രശ്നം, അത് കുറേ നിവിൻ്റെ അമ്മൂമ്മക്കും എല്ലാം തറവാട്ടിലൊക്കെ വിളിച്ച് അനുമോള് നടക്കുന്നുണ്ട്. അനുമോളെ കുലശ്രീ എന്ന് വിളിച്ചിട്ട് എന്നെ വിളിക്കരുത്, കുലശ്രീ എന്ന് വിളിക്കരുതെന്ന് പറയുന്നുണ്ട്. നിവിൻ അത് കേൾക്കുന്നില്ല, നിവിൻ അത് റിപ്പീറ്റ് ചെയ്യാണ്. അപ്പോൾ നിവിൻ്റെ അമ്മൂമ്മക്കും പുരയിലുള്ളവരെല്ലാവരും അനുമോള് പറയുന്നുണ്ട്. അതിൻ്റെ ദേഷ്യത്തിൽ അനുമോൾ ഇന്നലെ ഇങ്ങനെ പിന്നാലെ നടന്നിട്ട് ട്രിഗർ ചെയ്യുന്ന നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഒരു സെറ്റിയിൽ പോയിട്ട് അനുമോള് കിടന്നപ്പോൾ അവിടെ പോയിട്ട് നിവിൻ കിടക്കുന്നു. അതിൽ ക്യാപ്റ്റൻ ഇടപെടുന്നു. ക്യാപ്റ്റൻ നമ്മളെ സാബുമാനാണല്ലോ. പക്ഷെ സാബുമാൻ സൈലന്റ് ഒക്കെ ആണെങ്കിലും ചില കാര്യത്തിൽ സാബുമാൻ കറക്റ്റാണ് തീരുമാനം എടുക്കുന്നത്. അപ്പോൾ ഇന്നലെ അനുമോളെ പ്രശ്നം തന്നെ നിബിനോട് പറയുന്നുണ്ട്, ഫിസിക്കൽ അല്ലെങ്കിൽ നിന്നെ ഞാൻ ചവിട്ടിക്കൊട്ട് പുറത്തിട്ടാനാണ്. അതൊരു ഒന്നൊന്നര ഡയലോഗായിരുന്നു സാബുമാൻ്റെ, ഒരു ഹൈലൈറ്റ് സാധനമായിരുന്നു അത്. അപ്പോൾ സാബുമാൻ അങ്ങനെ പറയുന്ന ആരും പ്രതീക്ഷിച്ചതല്ല. പ്രേക്ഷകർ ഞെട്ടിയുണ്ടാവും. അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഇന്നലെ നടന്നത്.